വാഴത്തോരും മുംബൈയിൽ ഒടുവിൽ തൻ്റെ തെറ്റ് സമ്മതിച്ച് അലീനയോടും സ്റ്റാലിനോടും മാപ്പ് പറഞ്ഞ് റീത്ത. അങ്ങനെ റീത്തയാണെങ്കിൽ എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണമെന്ന ബുദ്ധിയിലേക്ക് കടക്കുകയാണ്. അലീനയെ ഓടിച്ചു വിടണമെന്ന ചിന്തയിലേക്കും എത്തുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതിനായിട്ട് സ്റ്റാലിൻ്റെ ഭാര്യയായ എൽസമ്മയുടെ സഹായം തേടുകയാണ് റീത്ത. ഇവിടെയാണെങ്കിലോ അലീന ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെയധികം സങ്കടമനുഭവിക്കുന്നത് കാണാൻ സാധിക്കും. അലീന ഒരുപാട് വിഷമിച്ച് ദുഃഖിച്ച് മാറിയിരിക്കുകയാണ്. ഇതേ സമയം സ്റ്റാൻലി അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുന്നു. എന്താണ് നീ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ അത് പിന്നെ പപ്പ, എനിക്കിവിടെ നിന്നൊന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ ഒക്കെ വരാൻ പോകുന്നത് മാതിരി എനിക്ക് തോന്നുകയാണ് എന്ന് പറയുമ്പോൾ, മോളെ അങ്ങനെയൊന്നുമില്ലെന്നേ, അതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നൊന്നുമില്ല. എൻ്റെ മോള് വെറുതെ പേടിക്കുകയൊന്നും വേണ്ട. എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം. ഈ അച്ഛൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ഈ അച്ഛൻ നിൻ്റെ കൂടെ നിന്ന് പൊരുതുമെന്ന് സ്റ്റാൻലി അലീനയ്ക്ക് പറയുകയും തുടർന്ന് അലീനയോട് ഭക്ഷണം കഴിക്കാനായിട്ട് പറയുകയും ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് സ്റ്റാലിൻ്റെ വാക്ക് കേട്ട് പോവുകയാണ്. അങ്ങനെ എൽസമ്മയെയും കൊണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റാലിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തണം, അല്ലെങ്കിൽ തൻ്റെ ആർഭാട ജീവിതത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന റീത്തയാണെങ്കിൽ ഓട്ടിപ്പാഞ്ഞ് എൽസമ്മയുടെ അടുത്ത് എത്തുന്നു. എൽസമ്മയോട് വിവരങ്ങൾ പറയുന്നു. അവൾ സ്വത്ത് തട്ടിയെടുക്കാനായിട്ട് വന്നതാണെന്നും നീ എത്രയും പെട്ടെന്ന് റെഡിയാവാനായിട്ടും നമുക്ക് വേഗം സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് പോകണമെന്നും ഇനി കുറച്ച് നാൾ അവിടെ നിൽക്കാമെന്നും പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. പെട്ടെന്നത് എന്തു പറ്റി ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ അത് തന്നെയാണ് ശരി. ഞാൻ മര്യാദയ്ക്ക് നേരത്തെ അത് ആലോചിച്ചതാ. ഇപ്പോൾ ഓരോരുത്തർ വന്നു തുടങ്ങി. ഇനി ആരൊക്കെ വരുമെന്ന് ആർക്കറിയാം. നിൻ്റെ ഭർത്താവിൻ്റെ ഗുണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാലിനെ കുറ്റപ്പെടുത്തുകയാണ്. മക്കളും ആരുടെ കൂടെ നിൽക്കുന്നു? റീത്തയുടെ കൂടെ നിൽക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. ഒടുവിൽ മക്കളെയും എൽസമ്മയെയും കൊണ്ട് റീത്തയാണെങ്കിൽ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി അവരുടെ വരവ് കണ്ട സ്റ്റാലിയാണെങ്കിൽ, എന്തിനാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത്? സാധാരണ ഇങ്ങനെ ഒരു പപ്പയുണ്ടെന്ന് പോലോ ഇങ്ങനെ ഒരു ഭർത്താവ് ഉണ്ടെന്ന് പോലോ നിങ്ങളാരും നോക്കാറില്ലല്ലോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയ പോലെ നടക്കാനൊന്നും കഴിയില്ല സ്റ്റാൻലി. അതിന് ഓരോരോ കാര്യങ്ങളുണ്ട്, ഓരോരോ നീക്കങ്ങളുണ്ട്. നിങ്ങളുടെ മകളാണെന്നും പറഞ്ഞ് എവിടെ നിന്ന് ഒരുത്തിയെ കൊണ്ടുവന്ന് സ്വത്തൊന്നും അങ്ങനെ എഴുതി വെച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അതാണ് അപ്പോൾ നിങ്ങളുടെ പ്രശ്നമല്ലേ? ഞാൻ ഇവിടെ നിൽക്കുന്നതല്ല, സ്വത്ത് പോകുന്നതാണല്ലേ പ്രശ്നം എന്ന് ചോദിക്കുന്നു. എൻ്റെ സ്വത്ത് തിന്ന് നിങ്ങൾക്ക് ഇതേവരെയും മതിയായില്ലേ എന്ന് സ്റ്റാലിൻ എൽസമ്മയോടും റീത്തയോടും ചോദിക്കുന്നു. അതെന്താടാ സ്റ്റാലി നീ അങ്ങനെ പറഞ്ഞത്? നീ ഏതാണ്ട് ഔദാര്യം തരുന്ന മാതിരിയാണല്ലോ നിൻ്റെ പറച്ചിൽ കേട്ടാൽ എന്ന് ചോദിച്ച് സ്റ്റാലിനെ നാണം കെടുത്താനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ വേളയിൽ അലീന വരുന്നു. നിർത്ത്, നിങ്ങൾ കുറേ നേരമായല്ലോ പപ്പയെ കളിയാക്കുന്നു, അപമാനിക്കുന്നു. ഈ വണ്ടി വരെ ആര് വാങ്ങി തന്നതാ? പപ്പ വാങ്ങി തന്നതല്ലേ? നിങ്ങൾ എന്തിനാണ് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നത്? എന്ത് കാര്യമുണ്ട് നിങ്ങൾക്ക്? എന്തിനു വേണ്ടിയാണ് ഇവരുടെ ഇടയിൽ നിങ്ങൾ വലിയ വിള്ളലുണ്ടാക്കാൻ നോക്കുന്നത് എന്ന് അലീന ചോദിക്കുകയാണ്. നിന്നോടൊന്നും മറുപടി പറയാനേ എനിക്ക് താല്പര്യമില്ല, മനസ്സിലായോടി? എവിടെ നിന്നോ കയറി വന്നവളെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എവിടെ നിന്നെങ്കിലും കയറി വന്നതായിക്കോട്ടെ,
അധികാരം കൊണ്ട് നിങ്ങളെക്കാളും മേലെയാണ് ഞാനെന്ന് അലീന ആരോട് റീത്തയുടെ മുഖത്ത് നോക്കി പറയുന്നു. എൻ്റെ പപ്പയുടെ സ്വത്തിൽ എനിക്കും എൻ്റെ ഈ സഹോദരങ്ങൾക്കും അവകാശമുണ്ട്. നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് എൻ്റെ പപ്പയെ ചോദ്യം ചെയ്യാനായിട്ട്? ഇതേ സമയം റീത്ത മിണ്ടാതെ നിൽക്കുന്നു. അതല്ല, ഒന്ന് ചോദിച്ചോട്ടെ, എൻ്റെ പപ്പയുടെ സ്വത്തിൽ നിങ്ങൾ എന്തിനാണ് തിന്നു കൊഴുക്കുന്നത്? എന്ത് ആവശ്യകതയുണ്ട്? എൻ്റെ പപ്പയുടെ സ്വത്ത് മുഴുവൻ തിന്നു തീർത്തിട്ട് എൻ്റെ പപ്പയെ തന്നെ കളിയാക്കുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അലീന പൊട്ടിത്തെറിക്കുകയാണ്. ഇതേ സമയം റീത്തയ്ക്കാണെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അലീന പറയുന്നതെല്ലാം ശരിയായതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാൻ പറ്റാതെ റീത്ത ഇങ്ങനെ നിൽക്കാം. കേട്ടോ, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എൻ്റെ മുൻപിൽ വെച്ച് എൻ്റെ പപ്പയോട് മേലിൽ ഇങ്ങനെ പെരുമാറരുത്. മര്യാദയ്ക്ക് മാപ്പ് പറയാനായിട്ട് അലീന ആവശ്യപ്പെടുകയാണ്. ഒടുവിൽ ആരുടെ മുൻപിലും തലകുനിക്കാത്ത റീത്ത അലീനയുടെ മുൻപിൽ തലകുനിക്കുന്നൊരു കാഴ്ച, സ്റ്റാലിനോട് മാപ്പ് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും കൂട്ടുകാരെ.